ഹലോ ഗൈസ്, ഇതിലൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് മാർക്കറ്റിലെ ട്രെൻഡുകളെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു സോണുകളെ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോറക്സ് ട്രേഡിന് MTFൽ എങ്ങനെ ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ അതിൽ ട്രേഡുകൾ പ്ലേസ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു ബ്രോക്കറെ കീഴിൽ ട്രേഡ് എടുക്കാം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രേഡിംഗ് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പ്രോഫിറ്റ് എടുക്കാമെന്നതിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ലിക്വിഡിറ്റിയെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്ലേ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എല്ലാ വീഡിയോസുകളും ഓർഡർ പ്രകാരം നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മാർക്കറ്റിലെ ട്രെൻഡുകളെ കുറിച്ചാണ്. മാർക്കറ്റിൽ 3 ടൈപ്പ് ഓഫ് ട്രെൻഡുകളാണുള്ളത്. ഒന്നാമത്തേത് അപ്പ് ട്രെൻഡ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തേത് ഡൗൺ ട്രെൻഡ്, മൂന്നാമത്തേത് വരുന്നത് സൈഡ് വേസ് ആണ്. 3 ട്രെൻഡുകളാണ് ഈ ഒരു മാർക്കറ്റിൽ ഉള്ളത്. ഓക്കെ, അപ്പ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈസിനെ മുകളിലോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് അപ്പ് ട്രെൻഡ് എന്ന് പറയുന്നത്. അതായത് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മാർക്കറ്റ് പ്രൈസിനെ മുകളിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതിനെയാണ് അപ്പ് ട്രെൻഡ് എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് ഒരു 10 രൂപയാണ് എന്ന് വിചാരിക്കാം. ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ അതെന്തായിട്ടുണ്ടാവും, ഒരു 20 രൂപ ആയിട്ടുണ്ടാവും. അവിടുന്ന് താഴേക്ക് ഇറങ്ങിയ ഒരു പോയിന്റിൽ 15 രൂപ ആയിട്ടുണ്ടാവും. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, വീണ്ടും ഈ ഒരു 20 രൂപയെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. ഇങ്ങനെ മുകളിലോട്ട് പോകുന്ന, അതായത് അപ്പിലോട്ട് പോകുന്നതിനെയാണ് അപ്പ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ച് ടേംസുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. HL, HH, HL, LH, LL. H എന്ന് പറഞ്ഞാൽ ഹൈ, L എന്ന് പറഞ്ഞാൽ ലോ, HH എന്ന് പറഞ്ഞാൽ ഹയർ ഹൈ, HL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ലോ, LH എന്ന് പറഞ്ഞാൽ ലോവർ ഹൈ, അതുപോലെ തന്നെ LL എന്ന് പറഞ്ഞാൽ ലോവർ ലോ. ഇതെല്ലാം മാർക്കറ്റിൽ എവിടെയാണ് വരുന്നത് എന്നാണ് ഞാനിവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അതായത് ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ, അതായത് ഒരു അപ്പ് ട്രെൻഡിൽ ഇതൊരു ലോ ആയിട്ട് നമുക്ക് എടുക്കാം. ജസ്റ്റ് ഒരു ഇമാജിൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ലോ ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് നമുക്ക് എന്തായിട്ട് എടുക്കാം, ഒരു ഹൈ ആയിട്ട് എടുക്കാം. കാരണം എന്താ, ഈ ഒരു 10 രൂപയിൽ നിന്നും ഹൈ ആയിട്ട് 20 രൂപയിൽ ഈ ഒരു മാർക്കറ്റ് എത്തിയത് കൊണ്ട് തന്നെ ഇതിനെ ഒരു ഹൈ ആയിട്ട് എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ഒന്ന് ഡൗൺ ആയിട്ടുണ്ട്. ഈ ഡൗൺ ആയതിനെ നമുക്ക് എന്ത് വിളിക്കാം, ലോ എന്ന് തന്നെ വിളിക്കാം. കാരണം എന്തുകൊണ്ടാണ്, ഇവിടെ ബാക്കിലോട്ട് മാർക്കറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഇമാജിനാണ്. മാർക്കറ്റ് നമുക്ക് മാർക്കറ്റിൽ മാർക്ക് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് ജസ്റ്റ് ലോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിളിക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഹയർ ടു ഹൈ. അതെന്തുകൊണ്ടാണ്, ഇതിനെയും ഹൈ എന്ന് തന്നെയാണ് നമുക്ക് വിളിക്കേണ്ടത്. പക്ഷെ ഇവിടെ ഹയർ ടു ഹൈ എങ്ങനെയാണോ വന്നത് എന്ന് ആലോചിച്ച് നോക്കി. അതായത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോയി. ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാലാണ് അതിനെ ഹയർ ടു ഹൈ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ക്യാൻഡിൽസിൻ്റെ ആ ഒരു ഏരിയയാണ് നമ്മൾ ഹയർ ടു ഹൈ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ആ ഒരു ഹയർ ടു ഹൈയിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, നേരെ റിട്രേസ് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നു. പക്ഷേ ഈ ഒരു ലോനെ എന്ത് ചെയ്തിട്ടില്ല, ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയെ നമ്മൾ എന്താണ് പറയേണ്ടത്, ഹയർ ടു ലോ. അതായത് ഇതൊരു ലോ ആയിട്ട് തന്നെയാണ് നോക്കേണ്ടത്. പക്ഷേ ഇവിടെ ഹയർ ടു ഹൈയുടെ ലോനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഹയർ ടു ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് പറയാം, ഹയർ ടു ഹൈ. വീണ്ടും നോക്കി, ഈ ഒരു ഹൈനെ റിട്രേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ലോനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വിളിക്കാം, ഹയർ ടു ലോ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബെയറിഷ് മാർക്കറ്റിൽ, അതായത് ഡൗൺ ട്രെൻഡിൽ എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇവിടെ ഒരു ഹൈ മാർക്ക് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് താഴേക്ക് വന്നു. ഈ ഒരു പോയിന്റിനെ നമുക്ക് ലോ ആയിട്ട് തന്നെ എടുക്കാം. വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. ഈ ഒരു ഏരിയയെ എന്തായിട്ട് തന്നെ എടുക്കാം, ഒരു ഹൈ ആയിട്ട് തന്നെ എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, താഴേക്ക് തന്നെ വരുന്നു. ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്താൽ
ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇതൊരു ലോ തന്നെയാണ്, പക്ഷെ ഒരു ലോനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ലോവർ ടു ലോ. അതായത് ലോനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈനെ നമ്മൾ എന്താ വിളിക്കേണ്ടത്? ഇതിനെ ഹൈ തന്നെ വിളിക്കാം, പക്ഷെ ഒരു ലോവർ ലോന്റെ ഹൈനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ലോവർ ഹൈ. ഇനി മാർക്കറ്റ് വീണ്ടും താഴേക്ക് തന്നെ വരുന്നു. വീണ്ടും ഇവിടെ ഈ ഒരു ലോവർ ലോനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോനെ നമുക്ക് എന്ത് വിളിക്കാം? ലോവർ ടു ലോ. വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകുന്നു. ഒരു ലോവർ ലോന്റെ ഹൈനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ലോവർ ടു ഹൈ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇതെല്ലാം ഒരു ഹൈ തന്നെയാണ്, ഇതെല്ലാം ഒരു ലോ തന്നെയാണ്. പക്ഷെ ഒരു ലോനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ലോവർ ലോ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഒരു ലോവർ ലോന്റെ ഹൈനെ ലോവർ ടു ഹൈ എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ബുള്ളിഷ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഹയർ ടു ഹൈ എന്ന് പറയുന്നു. ആ ഒരു ഹയർ ടു ഹൈയുടെ ലോനെ നമ്മൾ എന്ത് പറയുന്നു? ഹയർ ടു ലോ എന്നും പറയുന്നു. ഇനി റേഞ്ച് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു ഹയർ ഹൈയോ അല്ലെങ്കിൽ ഹയർ ലോയോ ലോവർ ഹൈയോ ലോവർ ലോ ഒന്നും കാണാൻ പറ്റത്തില്ല. ഒരു ഒരു ലോ ഹൈ ഇങ്ങനെയാവും റേഞ്ച് മാർക്കറ്റ് ഉണ്ടാവുക. അതായത് സൈഡ് വേസ് മാർക്കറ്റിൽ ഇങ്ങനെയാകും ഉണ്ടാവുക. ഈ ഒരു 3 മാർക്കറ്റുകളാണ് ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇങ്ങനെ നോക്കിക്കേ, ഇങ്ങനെയാണ് മാർക്കറ്റ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇതൊരു ലോ ആയിട്ട് എടുക്കാം. ഇതൊരു ഹൈ, ഇതൊരു ലോ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലേ? അതായത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്തു? മാർക്കറ്റ് മുകളിലോട്ട് പോയി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് മറ്റൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഹയർ ടു ഹൈ എന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹയർ ടു ഹൈയുടെ ലോനെ എന്ത് പറയാം? ഹയർ ടു ലോ എന്ന് പറയാം. പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്തു? നേരെ കുറച്ച് മുകളിലോട്ട് പോയി. പക്ഷെ ഇതിനെ നമുക്ക് ഹയർ ടു ഹൈ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതായത് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഈ ഒരു ഹൈനെ എന്ത് ചെയ്തിട്ടില്ല? ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. ഇതിനെ ഹയർ ടു ഹൈ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. പകരം ഈ ഒരു ഹൈ ഒന്ന് നോക്കിക്കേ. ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനെന്ത് ചെയ്യാം? ഒരു ഹയർ ടു ഹൈ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് നോക്കിയത്, അതായത് ഒരു ലോ ഹയർ ടു ലോനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്തു? താഴേക്ക് വന്നു. അതായത് ഒരു ലോനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കാം? ലോവർ ടു ലോ. ഇതൊരു ലോ ആയിരുന്നു, പക്ഷേ ഹയർ ടു ഹൈയുടെ ലോ ആയതുകൊണ്ടാണ് ഇതിനെ ഹയർ ടു ലോ എന്ന് പറഞ്ഞത്. ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയാം? ലോവർ ടു ലോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ചാർട്ടിൽ കറക്റ്റായിട്ട് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇവിടെ ലോ ആയിട്ട് എടുത്തു. ഇതിൻ്റെ ബാക്കിലോട്ടുള്ള മാർക്കറ്റൊന്നും നിങ്ങളിപ്പോൾ നോക്കണ്ട. ഇതൊരു ലോ ആയിട്ട് നമ്മൾ എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു ഹൈ ആയിട്ട് എടുക്കാം. ഇവിടെ ഒരു ഹൈ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഹൈൻ്റെ ലോനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ലോ എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഇവിടെ ഒരു ലോ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ലോനെ നമുക്ക് എന്ത് വിളിക്കാം? ലോവർ ലോ എന്ന് വിളിക്കാം. ഇതൊരു ലോ തന്നെയാണ്, പക്ഷേ ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇതിനെ ലോവർ ലോ എന്ന് വിളിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ലോനെ വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? അപ്പ് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഹൈ എന്ന് വിളിക്കാം. മാർക്കറ്റ് അപ്പിലോട്ടാണ് പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഹൈ എന്ന് വിളിക്കാം. പക്ഷേ ഒരു ലോവർ ലോൻ്റെ ഹൈനെ നമുക്ക് എന്ത് വിളിക്കാം? ലോവർ ഹൈ എന്ന് വിളിക്കാം. LH ഞാൻ ഇട്ടിട്ടുണ്ട്. ലോവർ ഹൈ എന്ന് വിളിക്കാം. ഇനി മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? വീണ്ടും താഴേക്ക് തന്നെ വരുന്നു. ഈ ഒരു ലോവർ ലോനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? വീണ്ടും ഒരു ലോവർ ലോ എന്ന് വിളിക്കാം, അല്ലേ? ഒരു ലോവർ ലോ, വീണ്ടും ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. വീണ്ടും അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് അപ്പിലോട്ട് പോകുന്നു. ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടില്ല, അല്ലേ? ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാത്തത് കൊണ്ട് അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു ലോവർ ഹൈ എന്ന് തന്നെ വിളിക്കാം. ഇനി അഥവാ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു ഹയർ ടു ഹൈ എന്ന് വിളിക്കാം. കാരണം എന്താ? ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഹയർ ടു ഹൈ എന്ന് പറയാം.
ഓക്കെ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈന് വീണ്ടും ഡൗൺ ആവുന്നത്. ഈ ഡൗൺ ആയത് ഈ ഒരു ലോവർ ലോനെ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ലോവർ ലോനെ ബ്രേക്ക് ചെയ്തത് കൊണ്ട് ഒരു ലോൻ്റെ ലോനെ നമുക്ക് എന്ത് വിളിക്കാം, ലോവർ ലോ എന്ന് വിളിക്കാം. ഇതൊക്കെ ഒരു ഡൗൺ ട്രെൻഡ് ആണ് കേട്ടോ, കറക്റ്റ് ഡൗൺ ട്രെൻഡ് ആണ്. പിന്നെ ഇവിടുന്ന് ഒരു ഹൈ, ഒരു അപ്പ് വരുന്നു. ഈ ഒരു അപ്പിന് ഞാനിവിടെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഒരു പോയിന്റ് ഈ ഒരു ഹൈനേക്കാൾ മുകളിലോട്ടാണ് പോയിട്ടുള്ളത്. ഞാൻ കറക്റ്റ് നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. ഇതിനെ ഒരു ഹൈ ആയിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ ഈ ഒരു ഹൈനെ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താ വിളിക്കുന്നത്, ഹയർ ടു ഹൈ. ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഹയർ ടു ഹൈ, ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്തു, മുകളിലോട്ട് പോയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അതിനെ ഹയർ ടു ഹൈ എന്ന് വിളിക്കാം. ഓക്കെ, മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരുന്നു. വീണ്ടും താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, താഴേക്ക് പോയിട്ടുള്ളത് അല്ലേ. ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വീണ്ടും താഴേക്ക് പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഒരു ലോവർ ലോ എന്ന് തന്നെ വിളിക്കാം. ഓക്കെ, ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, വീണ്ടും അപ്പിലോട്ട് തന്നെ പോകുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാത്തത് കൊണ്ട് ഇതിനെന്ത് വിളിക്കാം, ഒരു ലോവർ ഹൈ എന്ന് വിളിക്കാം. കാരണം എന്തുകൊണ്ടാണ്, ഒരു ലോവൻ്റെ ഹൈനെ നമ്മൾ എന്താ വിളിക്കുന്നത്, ലോവർ ഹൈ. മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരുന്നു. ജസ്റ്റ് ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നതുകൊണ്ട് ഒരു ലോനെ ബ്രേക്ക് ചെയ്തു മറ്റൊരു ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ലോവർ ലോ എന്ന് വിളിക്കാം. ഓക്കെ, ഇവിടുന്ന് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ഈ ഒരു മാർക്കറ്റ് എന്ത് ചെയ്തു, നേരെ അപ്പ് ചെയ്തു. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഒരു ഹൈ എന്ന് വിളിക്കാം. പക്ഷേ ലോവർ ഹൈ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുമോ, കാരണം എന്തുകൊണ്ടാണ്, ഇവിടെയൊക്കെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, മുകളിലോട്ട് പോയിട്ടുള്ളത്. ഇവിടുത്തെ ഹൈനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഹയർ ടു ഹൈ എന്ന് പറയാം. ഓക്കെ, മാർക്കറ്റ് വീണ്ടും ഡൗൺ തന്നെ വരുന്നു. ഡൗൺ വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഞാനൊരു ഹയർ ടു ലോ ആണ് ഇട്ടത്. എന്തുകൊണ്ട് ലോവർ ടു ലോ ചെയ്യാത്തത്, കാരണം ഈ ഒരു ലോനെ എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടില്ല അല്ലേ. ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്യാത്തത് കൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഹയർ ടു ലോ. ഇനി അഥവാ ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴേക്ക് പോയത് എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ വീണ്ടും ലോവർ ടു ലോ എന്ന് തന്നെ പറയാം. ഓക്കെ, വീണ്ടും മാർക്കറ്റ് നേരെ മുകളിലോട്ട് തന്നെ പോകുന്നു. ഇതിൽ നമ്മൾ പറയുന്ന പേരെന്താണ്, ലോവർ ടു ഹൈ. കാരണം ഒരു ലോവൻ്റെ ഹൈനെ നമ്മൾ ലോവർ ടു ഹൈ എന്നാണ് പറയുന്നത്. ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഹയർ ടു ഹൈ എന്ന് പറയാമായിരുന്നു. ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാത്തത് കൊണ്ട് അതിനെ ലോവർ ടു ഹൈ എന്ന് പറയുന്നു. കാരണം എന്തുകൊണ്ടാണ്, ഈ ഒരു ലോവൻ്റെ ഒരു ഹൈനെ നമ്മൾ ലോവർ ടു ഹൈ എന്നാണ് പറയുന്നത്. മാർക്കറ്റ് വീണ്ടും താഴേക്ക് തന്നെ വരുന്നു. ഓക്കെ, ഇതിനെ നമ്മൾ ഒരു ലോ ആയിട്ട് എടുക്കുന്നു. ഈ ലോനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഹയർ ടു ലോ. കാരണം എന്തുകൊണ്ടാണ്, ഈ ഒരു ഹൈൻ്റെ ലോനെ നമ്മൾ ഹയർ ടു ലോ എന്നാണ് പറയുന്നത്. ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഈ ഒരു ഹൈൻ്റെ ലോനെ നമ്മൾ ഹയർ ടു ലോ എന്നാണ് പറയുന്നത്. ഇനി മാർക്കറ്റ് എന്ത് ചെയ്തു, മുകളിലോട്ട് തന്നെ പോയി. ഇവിടെ ഒരു ഹൈ തന്നെയാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുള്ളത്. ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അതിനെ ഹയർ ടു ഹൈ എന്ന് പറയുന്നു. അപ്പോൾ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ വരച്ച് പഠിക്കണം, എന്നാലേ ഈ ഒരു ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും അടുത്ത നല്ലൊരു ദിവസമായിട്ട് കാണാം.